ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഗാർഡൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മൾ ടൂറൊക്കെ പോയി ഒരു 8-10 ദിവസം, അതായത് പോണ ഒരു 8 ദിവസത്തെ ടൂറാണ് നമ്മൾ പോയത്. അതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ പാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയി വന്നതിന് ശേഷം നമ്മളുടെ പള്ളിയിൽ പെരുന്നാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയായിട്ട് ഒരു 10-20 ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവരെ തിരിഞ്ഞ് നോക്കാനേ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ചെടികൾ ഇരിക്കണത്. പക്ഷേ നമ്മൾ പോകുമ്പോൾ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഇതൊക്കെ പോയിരുന്നത്. നനയ്ക്കണത് ഫുൾ അമ്മേരെ ഇതിലായിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഗൻവില്ലയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ നനയ്ക്കണ്ടോ, ബാക്കി എല്ലാ ചെടികൾക്കും. കാരണം നമുക്കറിയാം എന്നാലേ അത് പൂക്കൾ അധികം നനച്ച് കഴിഞ്ഞാൽ ഇലകളാണ് ഉണ്ടാവുന്നത്. വിളിക്കുമ്പോൾ അമ്മ പറയും, അയ്യോ 2 ദിവസം ആകുമ്പോഴേക്കും അവർ വാടി നിൽക്കുക, എങ്ങനെയെങ്കിലും അയ്യോ അതെങ്ങനെ നനയ്ക്കാൻ എനിക്ക് തോന്നണില്ല, നനയ്ക്കാണ്ടിരിക്കാന്ന് പറഞ്ഞ അമ്മ. എന്നാൽ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നനച്ചോ. അങ്ങനെ എല്ലാ ദിവസവും നനച്ച് ഉണങ്ങിപ്പോവാന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. നനച്ച് ഇപ്പോൾ ഞാൻ വരുമ്പോൾ പൂവിനേക്കാളും കൂടുതൽ പൂവ് ഇല്ല എന്ന് തന്നെ പറയാം. വരുന്ന സമയത്ത് ഒട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് പിന്നെയും പൂവെന്ന്. നിറയെ ഇലകളാണ്. അപ്പോൾ ആ വൈറ്റുമ്മലൊക്കെ നിറയെ പൂക്കളുണ്ടായിരുന്നതാട്ടാ. അത് മുഴുവൻ ഇപ്രാവശ്യം ഫുൾ ഇലകളാണ്, പച്ച കളറാണ്, നിറയെ പച്ചപ്പാണ് ബോഗൻവില്ലയ്ക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ കണ്ട ഈ ചെടിയൊക്കെ നിറയെ പൂത്തതായിരുന്നു കേട്ടോ. ഞാൻ പോകുമ്പോൾ പൂത്ത് നിൽക്കണ്ടായിരുന്നു. ഞാനതൊക്കെ ട്രിം ചെയ്ത് വളമൊക്കെ കൊടുത്ത് സെറ്റാക്കി പോയതാണ്. നിറയെ ഇലകളായിട്ട്. ഓക്കെ, അത് പോട്ടെ, കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് നമുക്കത് അവരെ കെയർ ചെയ്ത് കിട്ടിയില്ല. അത് അങ്ങനെയാണല്ലോ നമ്മളമ്മമാർ. നമുക്ക് ഊഹിക്കാം, നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർ കുത്തിക്കയറ്റി തരുന്ന ടീമുകളാണ്. അപ്പോൾ പിന്നെ ചെടികളുടെ കാര്യം നമുക്ക് പറയണ്ട. പിന്നെ ഞാൻ പോയി വന്നതിന് ശേഷം ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ സത്യത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമല്ല. എന്നാൽ കൂടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വലിയ ചട്ടികൾ നമ്മൾ മണ്ണുത്തിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ. അപ്പോൾ നമ്മളുടെ പണിക്ക് സഹായിക്കാൻ പറ്റുന്ന ചേട്ടനുണ്ടാവും. ആൾ വന്നപ്പോൾ നമ്മൾ ആ ചട്ടിയിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മണ്ണ്. അപ്പോൾ ഞാനില്ലാത്ത സമയത്താണ് വന്നത്. അപ്പോൾ ആളൊക്കെ അത് ഫുള്ളാക്കി നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അത് തട്ടിക്കളയേണ്ടതെന്ന് വെച്ചു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ചെടിച്ചട്ടി ഉണ്ടല്ലോ, അതിൻ്റെ താഴ്ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടത് നമ്മളുടെ റിപ്പോർട്ടിങ് എന്ന് പറയുന്നത്. കാരണം കണ്ടു. അപ്പോൾ അത് 2 ലെവല് പോലെയായി. മൊത്തത്തിൽ എന്തായാലും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റുകളാണ്, ഒക്കെ ഹൈബ്രിഡ് വെറൈറ്റീസാണ്. ഒരു 1-1.5 വർഷം മുന്നേ ഞാൻ വാങ്ങിച്ചതാണ് ഇതെല്ലാം. അപ്പോൾ വാങ്ങിക്കുമ്പോൾ തന്നെ അത് 750 രൂപയൊക്കെ അത്രയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതും 2 അടിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ആകെ ഒരു നൂല് പോലത്തെ ചെടികളായിരുന്നു. അത് ഇത്രയും ഇങ്ങനെയൊക്കെ ആയതാണ്. അപ്പോൾ അതിന് എന്തായാലും ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, ചട്ടി മാറ്റാമെന്ന്. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ അടി കട്ട് ചെയ്തിട്ട് അത് മണ്ണിലേക്ക്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഏരിയ കിട്ടി, അവരുടെ വേരുകളൊക്കെ ഇറങ്ങി പോകാനായിട്ട്. പിന്നെ നമ്മുടെ ഓർക്കിഡുകളൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ, അത് പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് പോയപ്പോൾ ഞാൻ കൊടുത്തതാണ്. അപ്പോൾ എന്നാലും കുറച്ചൊക്കെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മില്ലിക്കുട്ടി എല്ലാവരും ഭയങ്കര സാഡായിരുന്നു. പിന്നെ നമ്മളെയൊക്കെ കണ്ട് ഇപ്പോൾ ഉഷാറായി, ചിരിയൊക്കെ വന്നിട്ടുള്ളൂ മില്ലിക്കൊക്കെ. പിന്നെ ആ സെൻറ്ററിലിരിക്കുന്ന ഒരു വൈറ്റ് പോട്ടുകളുണ്ടല്ലോ, ഇതെല്ലാതും ഞാനിപ്പോൾ ഓർഡർ ചെയ്ത് വേര് പിടിച്ചിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ വേര് പിടിച്ച് ഇപ്പോൾ വെയിലത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുള്ളൂ. നമ്മളുടെ വെറൈറ്റികളാണ്, പുതിയ വെറൈറ്റികൾ നമ്മൾ കാണുമല്ലോ ഓൺലൈൻ സെയിലായിട്ട്. അപ്പോൾ അത് ഒരടി 1.5 അടി വലിപ്പമുള്ള ചെടികളാണ്. അപ്പോൾ അത് ഇക്കൊല്ലത്തേക്കല്ല, അടുത്ത കൊല്ലത്തേക്ക് അതിനെ നന്നായി നന്നായി കൊണ്ടുവരണം എന്നാണ്. എന്തായാലും ഇപ്രാവശ്യത്തെ പോയി. ഇപ്രാവശ്യം ഇനിയിപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ഇത് മെയ് ആയി. ഇനി 1 മാസം കൂടെ, അത് ഇനി വളമൊക്കെ ഇട്ട് പുതിയ പൂക്കളൊക്കെ എല്ലാത്തിനും വരിക എന്ന് പറയണത് ഈ സീസൺ എന്തായാലും കഴിഞ്ഞു. ഇനി അടുത്ത സീസണിലേക്ക് നമുക്ക് സെറ്റാക്കാം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. കാരണം ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ, ഇത് ഈ സീസണിൽ എനിക്ക് പൂത്തിട്ടേ ഇല്ല. ഈ യൂട്യൂബിലൊക്കെ കാണുന്ന നിറയെ പൂക്കളുള്ള ബോഗൻവില്ലയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിടാറേ ഇല്ല. എപ്പോഴും ഞാനത് നോക്കും. കണ്ടത് തന്നെ ചിലപ്പോൾ വീണ്ടും കാണും. അപ്പോൾ എന്ത് വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പൂക്കളുണ്ടാവും, അതോ അങ്ങനത്തെ ഒരു ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഞാനത് നോക്കുകയും ചെയ്യും. അപ്പോൾ അതിലൊക്കെ പറയണ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്തു. ഇനി ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യാത്തുള്ളൂ. ഫാക്ടംപോസ് 20 പറയുന്നുണ്ട്, അത് മാത്രം ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വളക്കടയിൽ പോയിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല. ഞാനത് അന്വേഷിച്ചിട്ടില്ല അതിന് വേണ്ടി.
ഇനി അത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇനി അത് ചെയ്യണം. പക്ഷേ ഈ സീസണിൽ ഇനി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സമയം ഉണ്ടോയെന്ന് അറിയില്ല, പൂ കിട്ടാനുള്ളത്. എന്തായാലും അടുത്ത സീസണിൽ നോക്കാം. എന്തായാലും നമുക്കിതെല്ലതും അപ്പോഴേക്കും ഞാനൊരു 10 ചെടിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുപോലത്തെ ഓൺലൈനിൽ വേറെ ഒരു വെറൈറ്റീസ്. അപ്പോൾ അതും കൂടെയൊക്കെ സെറ്റാക്കി നമ്മളുടെ അടുത്ത കൊല്ലത്തെ കളക്ഷനിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഫാക്ടംബോസ് 2020 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ കളക്ഷൻ കൂടുതലും ബൊഗൈൻവില്ലയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ ഗാർഡൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.